welcome to my home fitness. എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് ഫോർ ബിഗിനേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു കംപ്ലീറ്റ് വർക്ക്ഔട്ട്. ഇന്ന് നമ്മൾ 6 എക്സസൈസ് ചെയ്യും. ഓരോ എക്സസൈസും 40 സെക്കൻഡ്സ് ചെയ്യും, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കും. ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ആർക്കും അഡ്വാൻസ്ഡ് ആർക്കും വേണമെങ്കിൽ ബ്രേക്ക് ഇല്ലാണ്ട് 1 മിനിറ്റ് ഓരോ എക്സസൈസും ചെയ്യാം. കൂടുതൽ ടഫ് ആക്കാൻ വേണ്ടിയിട്ട്, ഇന്റൻസിറ്റി കൂടാൻ വേണ്ടിയിട്ട്. ബിഗിനേഴ്സ് 40 സെക്കൻഡ്സിൽ തുടങ്ങിയാൽ മതി, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കാം. അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ തോന്നുകയാണെങ്കിൽ 30 സെക്കൻഡ്സ് ചെയ്യുക, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. നമ്മൾ ആദ്യം തന്നെ വാമപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ വർക്ക്ഔട്ട് വിച്ച് ഇൻക്ലൂഡ് 6 എക്സസൈസസ്. അത് കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വർക്ക്ഔട്ട് പ്ലാൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഇന്ന് വാമപ്പിൽ 30 സെക്കൻഡ്സ് ഓൺ ദ സ്പോട്ട് വാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ്സ് ഓൺ ദ സ്പോട്ട് ജോഗ് ചെയ്യും. സോ ലെറ്റ്സ് ഡു എ ക്വിക്ക് വാം അപ്പ്. On the spot jogging. Or on the spot running. Skip jump. 3, 2, 1, സ്റ്റാർട്ട്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കൈകളിൽ സ്കിപ്പിംഗ് റോപ്പ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കൈകളുടെ ആക്ഷൻ. കാലുകൾ രണ്ടും അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ്, ഫ്രണ്ട്, റൈറ്റ്, ബാക്ക് എന്നുള്ള സീക്വൻസിൽ ജമ്പ് ചെയ്യുക. Basic squat. 3, 2, 1, start. കാലുകൾ ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ടായിട്ട് വെക്കുക. സ്ക്വാട്ട് പൊസിഷനിൽ വരുമ്പോൾ 4 ലെഗും തൈസും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുക. തൈസ് വന്നിട്ട് ഫ്ലോറിന് പാരലാവും. കൈകൾ മുമ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നീസ്, നമ്മുടെ മുട്ടുകൾ ഫീറ്റിൻ്റെ മുമ്പിലേക്ക് പോവാണ്ട് നോക്കുക. ഫീറ്റിൻ്റെ ബിയോണ്ട് ആയിട്ട് പോവരുത്. മാക്സിമം വെയിറ്റ് ബാക്കിലേക്ക് ഇട്ടിട്ട് വേണം ഇരിക്കാൻ. തേർഡ് എക്സസൈസ്, വാൾ പുഷപ്പ്. 3, 2, 1, സ്റ്റാർട്ട്. വാൾ പുഷപ്പ് ഏറ്റവും സിമ്പിൾ ഫോം ഓഫ് പുഷപ്പാണ്. സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ബിഗിനേഴ്സ്. വാളിന് എത്രത്തോളം അടുത്ത് നിൽക്കണോ അത്രയും ഈസി ആയിരിക്കും ഈ പുഷപ്പ്. കാലുകൾ വാളിൽ നിന്ന്, ചുമരിൽ നിന്ന് എത്രയും അകത്തി വെക്കണോ അത്രയും ടഫായിരിക്കും. ഈ പുഷപ്പ് വളരെ ഈസി ആയി തോന്നുന്നവർ ബെൻഡ് നീ പുഷപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ പുഷപ്പ് ചെയ്യാം. Lunge and reach. 3, 2, 1, start. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ മുമ്പിലേക്ക് വെക്കുന്ന കാലിൻ്റെ മുട്ട് വന്നിട്ട് അതേ കാലിൻ്റെ വിരലുകളുടെ മുമ്പിലേക്ക് പോകാൻ പാടില്ല.
ആ കാല് 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യും, 4 ലെഗും തൈസും തമ്മിൽ, ഫ്രണ്ട് ലെഗിൻ്റെ. ഇനി നിങ്ങൾ ക്വിക്കായിട്ടൊരു വാട്ടർ ബ്രേക്ക് എടുത്തോളൂ. 5th exercise, plank. 3, 2, 1, start. 4 ആമും ടോസും മാത്രമേ ഫ്ലോറിൽ ടച്ച് ചെയ്യുള്ളൂ. ബോഡി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഹിപ്പ് ഡ്രോപ്പ് ചെയ്യാനും പാടില്ല, പൊന്തിയിരിക്കാനും പാടില്ല. അബ്ഡമൻ ടൈറ്റ് ആക്കി വെക്കുക. ബോഡി എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു മൂവ്മെൻറ്റും ഇല്ല, ബോഡി സ്റ്റില്ലാക്കി വെക്കുക. ക്രഞ്ചസ്. 3, 2, 1, സ്റ്റാർട്ട്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കൈവിരലുകൾ ചെവിയുടെ പുറകിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് തലയും ഷോൾഡർ ബ്ലേഡ്സും മാത്രം നിലത്തുനിന്ന് പൊന്തിക്കുക. ഓരോ പ്രാവശ്യം പൊങ്ങി വരുമ്പോൾ അബ്ഡമൻ കോൺട്രാക്ട് ചെയ്യുന്ന ഫീൽ ചെയ്യാൻ പറ്റും, ടൈറ്റ് ആവണത്, സ്ക്വീസ് ആവണത്. ക്രഞ്ചസ്, സിറ്റപ്സ് ഒക്കെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് കിടന്നിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ ആ ടൈറ്റ് ആയിരിക്കുന്ന ആബ്സ്, അബ്ഡമനൊക്കെ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. ചെസ്റ്റ്, അബ്ഡമൻ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവും. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ 6 എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. യു ഓൾ ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഇനി നമ്മൾ നമ്മുടെ കൂൾ ഡൗൺ സെഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കൂൾ ഡൗൺ ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആസ് വാം അപ്പ്. എപ്പോഴും ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വർക്കൗട്ടിന് മുമ്പേ വാം അപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിനി കൂൾ ഡൗണിലേക്ക് പോവാണ്. കൂൾ ഡൗണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യും. ക്വിക്കായിട്ട് ചെയ്യാം. കൈകൾ പൊന്തിക്കുക, ടോസിൽ വരിക, ഹീൽസ് പൊക്കുക. ട്രൈ ടു റീച്ച് ആസ് ഹൈ ആസ് പോസിബിൾ. ഒരു 8 to 10 സെക്കൻഡ്സ് മിനിമം ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. എപ്പോഴും സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അവോയ്ഡ് ജേർക്കി മൂവ്മെന്റ്സ്. ഒരു ഫുൾ ബോഡിക്ക് നല്ല സ്ട്രെച്ച് കിട്ടും. നെക്സ്റ്റ്, ഫ്രണ്ട് തൈ മസിലിന് വേണ്ടിയിട്ട്, ക്വാഡ്രിസെപ്സ് മസിലിന് വേണ്ടിയിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ നിൽക്കുമ്പോൾ ബാലൻസ് പോകും തോന്നുന്നവർ വാളിന്റെ സപ്പോർട്ട് എടുക്കുക. ആങ്കിൾ പുള്ളി ചെയ്യുക. നിലത്ത് വെച്ചിരിക്കുന്ന കാലിന്റെ മുട്ടുകൾ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഷോൾഡർ സ്ട്രെച്ച്. നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും സ്ട്രെച്ച് ചെയ്യുന്നത്. മറ്റേ കൈകൾക്ക് ചെയ്യാം. I hope you all had a good workout. എല്ലാവരും എൻ്റെ ഈ സെഷൻ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. See you all soon. Bye.